അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെ, ഈ നമ്മൾ ഈ മരങ്ങളൊക്കെ നടുന്നുണ്ടല്ലോ, മരങ്ങളോ ചെടികളോ എന്തായിക്കോട്ടെ, എന്തായിക്കഴിഞ്ഞാൽ നടുമ്പോൾ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ദിക്റോ കാര്യങ്ങളോ അതിനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ? മരങ്ങൾ നടുക, അതുപോലെ തന്നെ ചെടികൾ, അതൊക്കെ നടാൻ പ്രത്യേകമായ ദിവസവും അതുപോലെ തന്നെ അത് നടുന്ന സമയത്ത് പ്രത്യേകം ദിക്റുകളൊക്കെ മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ മരം നടാൻ ഏറ്റവും നല്ല ദിവസം ഏത് എന്ന് നബിതങ്ങളോട് ചോദിക്കുമ്പോൾ നബിതങ്ങൾ അതിനൊക്കെ വ്യക്തമായിക്കൊണ്ട് മറുപടി പറഞ്ഞതൊക്കെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഖുർആനിൽ തന്നെ സൂറത്ത് യൂനുസ് സൂറത്തിൻ്റെ 3-ാമത്തെ ഒരു വചനമുണ്ട് ഖുർആനിൽ. സൂറത്ത് യൂനുസ്, ആ സൂറത്ത് യൂനുസിലെ 3-ാമത്തെ വചനം എന്താ? 3-ാമത്തെ ആയത്ത്, ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ആയത്തുണ്ടല്ലോ സൂറത്ത് യൂനുസിൽ. വ്യക്തമായിക്കൊണ്ട് ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ. അതായത് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 6 ദിവസം കൊണ്ട് അതിനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ സൂറത്തിലെ ഈ ആയത്ത് വിശദീകരിച്ചു മഹാനായ ഇസ്മായിൽ ഹിക്കിൽ ബറൂസവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൂഹുൽ ബയാനിൽ. അവിടെ ഇങ്ങനെ റസൂലുള്ളാഹിനോട് വന്ന ചോദ്യങ്ങൾ മറുപടിയായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. റൂഹുൽ ബയാന്റെ 4-ാം വാള്യം ഇതിന്റെ 13-ാമത്തെ പേജിൽ തന്നെ വസുഇല അലൈഹിസ്സലാം, റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു, അൻ യൗമിൽ അഹദ്, ഞായറാഴ്ച ദിവസത്തെ പറ്റിയിട്ട് നബിയെ എന്താ പറയാനുള്ളത്? അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഫഖാല, അവിടുന്ന് പറഞ്ഞു, യോമു ഖറസിൻ, ഉണ്ടോ, നട്ടുപിടിപ്പിക്കേണ്ട ദിവസമാണ്. അപ്പം നടാനുള്ള, അതിപ്പോൾ എന്തായാലും അത് വൃക്ഷമായാലും അത് ചെടിയായാലും എന്തൊക്കെയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന വസ്തുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഞായറാഴ്ച നട്ടുപിടിപ്പിക്കാൻ നല്ലതാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്നാൽ അത് ബുധനാഴ്ചയും പറ്റും, ബുധനാഴ്ച നല്ലതാണ് അതിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ മഹാനായ ഇമാം മുനാവി റളിയല്ലാഹു അൻഹു സുയൂത്തി ഇമാമിന്റെ ജാമിഉ സഗീർ വിശദീകരിച്ചു ഫൈദുൽ ഖദീറിലൂടെ. അവിടെയും പറയുന്നുണ്ട് ഈ പറയുന്ന മുനാവി തങ്ങൾ, മുനാവി അല്ല മുഹദ്ദിസും ഫഖീഹും ഒക്കെയാണ്. ഇതിന്റെ 1-ാം വാള്യം, ഫൈദുൽ ഖദീറിന്റെ 1-ാം വാള്യം, ഇതിന്റെ 66-ാമത്തെ പേജിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോ ഹദീസിനെ പറ്റി പറഞ്ഞു, ഇബ്നു ഹിബ്ബാൻ വദ്ദൈലമി എന്നിവരെ തൊട്ടൊക്കെ വന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തു. അൻ ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് വന്ന ഹദീസ് മർഫൂഅൻ, ഹദീസ് മർഫൂആണെന്നൊക്കെ പറയുന്നുണ്ട് ആര്? ഇമാം മുനാവി. എന്നിട്ട് മൻ ഖറസ യൗമൽ അർബിഅ, കണ്ടോ, ആരെങ്കിലും ബുധനാഴ്ച, ഇപ്പൊ ഞായറാഴ്ചയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, എന്നിട്ട് ഇവിടെ പറഞ്ഞ എന്താ? മൻ ഖറസ യൗമൽ അർബിഅ, ആരെങ്കിലും ബുധനാഴ്ച ദിവസം ഇങ്ങനെ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചെടിയോ മരോ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ടോ ഫഖാല, എന്നിട്ടാണ് പിന്നെ ആ ഒരു ദിക്ർ നിർദ്ദേശിക്കുന്നത്. ആ സമയത്ത് നടുന്ന സമയത്ത്, അത് കുഴിച്ചിടുന്ന സമയത്ത് അവൻ പറയട്ടെ, സുബ്ഹാനൽ ബാഇസി വൽ വാരിസി, ഉണ്ടോ, സുബ്ഹാനൽ ബാഇസി വൽ വാരിസി, ഇത് ചൊല്ലിയിട്ട് അങ്ങോട്ട് കുഴിച്ചിരട്ടെ. അങ്ങനെയാണെങ്കിൽ അതുതുഹു ഉക്കുലിഹ, അത് ഫലം കാണും, അത് ഫലം കണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ളത്. ഈ ഹദീസ് വെച്ചിട്ട് മഹാനായ ഇമാം മുനാവി റളിയല്ലാഹു അൻഹു പിന്നെ പറയുന്നു, വസ്തഹബ്ബ ബഅ്ദുഹും ഖർസൽ അസ്ജാരി ഫീഹി, അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ദിവസത്തിൽ മരങ്ങൾ നടുക, ചെടികൾ നടുക, അത് സുന്നത്താണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സുന്നത്താണെന്ന് പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ദിവസം നിർദ്ദേശിച്ചു, അതുപോലെ തന്നെ ഈ പറയുന്ന ദിക്റും പറയുന്നുണ്ട്. അത് ബുധനാഴ്ച ദിവസങ്ങളിൽ എന്ത് തുടങ്ങിയാലും അത് പൂർത്തിയായിട്ടേ പോകുള്ളൂ എന്നുള്ള ഇസ്മായിൽ ബറൂസവി റഹിമഹുല്ല, ഈ പറയുന്ന ഇസ്മായിൽ ഹിക്കിൽ ബറൂസവി റൂഹുൽ ബയാനിലും പറയുന്നുണ്ട്. അവിടെ തന്നെ പറയുന്നുണ്ട് 4-ാം വാള്യത്തിൽ, ബുധനാഴ്ചയിൽ എന്ത് തുടങ്ങിയാലും പൂർത്തീകരിച്ചേ പോകുള്ളൂ. അതുക്കിറ അന്നമാ ബദഅ ശൈഉൻ യൗമൽ അർബിഅ ഇല്ലാ വഖദ് തമ്മണ്ടോ, എന്ത് നമ്മൾ ചെയ്താലും അത് പൂർത്തിയായിട്ടേ പോകുള്ളൂ ബുധനാഴ്ച ദിവസങ്ങളിൽ എന്നുള്ളത്. ഒടുത്ത ബുധൻ എന്നുള്ളത് നെഹ്സാണ് എന്നുള്ളത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത ബുധൻ എന്നുള്ളത് അർത്ഥം വെക്കണം. അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ 2 ദിവസത്തെ പറഞ്ഞിട്ടുണ്ട് ചെടി നടാനും അതുപോലെ തന്നെ വൃക്ഷങ്ങൾ നടാനൊക്കെ. ഒന്ന് ഞായറാഴ്ച പറ്റും,
അതുപോലെ തന്നെ പ്രത്യേകമായി കൊണ്ട് ബുധനാഴ്ച നല്ലോണം എടുത്തു പറയുന്നുമുണ്ട്. അത് സുന്നത്താണ് എന്നുള്ളത് വരെ മുനാബി തങ്ങൾ ഫൈദുൽ ഖദീറിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് പിന്നെ അതിന് പ്രത്യേക ദിക്റും അവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ദിക്റൊക്കെ ചൊല്ലിയിട്ട് ഈ ദിവസങ്ങൾ പരമാവധി നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിവസം ഞായറാഴ്ച, ബുധനാഴ്ച, ഏറ്റവും നല്ല ബുധനാഴ്ച, ഒരു ഉടുത്ത ബുധനല്ലാത്തൊരു ബുധന നോക്കിയിട്ട് ഒരു ദിവസം തിരഞ്ഞെടുത്താൽ അത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. കാരണം അന്നാ ഉണ്ടായി വന്നോളും. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതൊക്കെ ശ്രദ്ധിക്കുക, ഈ ദിക്റും ചൊല്ലി കൊടുത്താൽ കേട്ടോ. അല്ലാഹു അലം ബിസ്സവാബ്.